അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു GT എന്ന് പറയുന്നത് നമ്മുടെ ചലച്ചിത്രകാരായിട്ടുള്ള അർജുൻ അശോകന്റെ പുള്ളിയായിരുന്നു ഫസ്റ്റ് ഓണർ. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയത്. ഷുവർ ABS സെൻസറിന്റെ പ്രോബ്ലം എന്തായാലും ഉണ്ട്. എനിക്ക് ഓൾറെഡി ഇപ്പൊ ഞാൻ 2 മാസം മുമ്പ് ഒരു ABS സെൻസർ മാറിയുള്ളൂ. ഇപ്പോഴും ഒരു ABS സെൻസർ പോയിട്ടുണ്ട്. ഇപ്പൊ വണ്ടി എടുത്തിട്ട് എത്ര തവണ ഈ ഒരു ABS സെൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്? ഞാനൊരു 3 തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വീട്ടില് വെറുതെ ഇട്ട് കഴിഞ്ഞാലും കൊടുക്കില്ല, അതിന്റെ ആവശ്യമില്ല എനിക്ക്. ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഇത് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിയാണ്. ഇതിന് എത്ര രൂപ വരുന്നുണ്ട് കറന്റ്? ഇതിന് ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് ഗാഡി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വാഹനം ഏകദേശം 2022 ഈ ഒരു വാഹനത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി നിർത്തുകയുണ്ടായി. എന്നിരുന്നാലും ഇത്രയും കാലം കൊണ്ട് നിരവധി ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. ഈ വാഹനത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ ഈ വാഹനത്തിന്റെ ഒരു വലിയ ഫാനായിരിക്കും. ആ വാഹനം മറ്റൊന്നുമല്ല, ദ വോൾക്സ്വാഗൻ പോളോ. ഈ വാഹനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗാഡി ടോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു വാഹനം 2010 ഇന്ത്യയിലേക്ക് ലോഞ്ച് ആവുന്നത്. 2010 ഈ ഒരു വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ആയ സമയത്ത് കമ്പനി പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം ആരാധകരെ ഈ ഒരു വാഹനത്തിന് സൃഷ്ടിക്കാനാകും എന്നുള്ളത്. 2022 അല്ലെങ്കിൽ 2023 തുടക്കത്തിൽ ഈ ഒരു വാഹനത്തിന്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും കമ്പനി സ്റ്റോപ്പ് ചെയ്തു. കമ്പനി സ്റ്റോപ്പ് ചെയ്ത സമയത്ത് പോലും ഒരുപാട് ആളുകൾ വോൾക്സ്വാഗൻ പോളോയുടെ വീണ്ടും ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കമ്പനിക്ക് മുമ്പിൽ വെക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് 2025 കൂടിയിട്ട് വോൾക്സ്വാഗൻ പോളോ വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. ഉടനെ തന്നെ ആ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഒരു കമ്പനി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. കമ്പനി ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വാഹനങ്ങൾ മാത്രം ഇന്ത്യയുടെ നിരത്തുകളിലേക്ക് ഇറങ്ങിയാൽ മതി, അവർക്ക് ഇത്രയും പ്രൊഡക്ഷൻ മാത്രം മതി എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു വാഹനം സ്റ്റോപ്പ് ചെയ്തത്. ഇത്ര യൂണിറ്റ് മാത്രം വാഹനങ്ങൾ വിറ്റഴിക്കുക എന്ന് അവർ ഉദ്ദേശിച്ചിരുന്നു. ആ ഒരു ഉദ്ദേശം കമ്പനി പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ ഒരു വാഹനത്തിന്റെ പ്രൊഡക്ഷൻ നിർത്തിയതെന്നാണ് കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള അറിവുകൾ. അപ്പോൾ ഈ വാഹനത്തിന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണുവാനാകും. അതിനകത്ത് നോർമലി വരുന്നത് പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്സ് അല്ല. ഇതിനകത്ത് നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഓണറായിട്ടുള്ള ജയകൃഷ്ണൻ കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2 പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതിന് തൊട്ട് താഴെയായിട്ട് ആർലൈൻ്റെ ഒരു ബമ്പറാണ് ഈ ഒരു അല്ലെങ്കിൽ ആർലൈൻ്റെ ഒരു കിറ്റാണ് ഈ ഒരു വാഹനത്തിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കാണുവാനാകും തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു DRL യൂണിറ്റും അതിവിശാലമായിട്ടുള്ള അല്ലെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു എയർ വെന്റ് യൂണിറ്റുമാണ് ഈ ഒരു വാഹനത്തിന്റെ മുൻവശങ്ങളിലേക്ക് നൽകുന്നത്. വോൾക്സ്വാഗൻ പോളോ എന്ന് പറയുന്നത് എക്കാലത്തും നിരവധി ആരാധകരെ സൃഷ്ടിച്ച ഒരു വാഹനമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് ആണ്. ലുക്കിന്റെ കാര്യം ഞാൻ രണ്ടാമതായിട്ടാണ് പറയുന്നത്. ഇതിന്റെ ഒരു പെർഫോമൻസ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ള വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്, 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിൻ ഞാൻ മുൻപൊരു വീഡിയോ ഒരു സ്വിഫ്റ്റിന്റെ ചെയ്യുകയുണ്ടായി. അതിന് വൈബ്രേഷൻ കൂടുതലാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ഒരു വാഹനത്തിന് വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാനാകും. ഈ ഒരു വാഹനത്തിന്റെ ഈ ഒരു എഞ്ചിൻ ക്വാളിറ്റിയും പെർഫോമൻസും ഏതൊരു വാഹനത്തിനോട് മുട്ടി നിൽക്കാൻ കഴിയുന്ന പെർഫോമൻസും കൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു DRL യൂണിറ്റ് നമുക്ക് കാണുവാനാകും. ഫ്രണ്ടിലെ ബോണറ്റിന് തൊട്ട് താഴെയായിട്ട് വോൾക്സ്വാഗന്റെ വലിയ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്രോമിലാണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഡീക്രോം ചെയ്ത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ നിറം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു ചുവപ്പ് നിറത്തിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ നമുക്കൊപ്പം ഉള്ളത്. ഇതിന്റെ ഓണർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജയകൃഷ്ണൻ ഈ ഒരു വാഹനത്തിനെ അത്രത്തോളം കെയർ ചെയ്ത് തുടച്ച് വെള്ളം കണ്ടു കഴിഞ്ഞാൽ, റോഡിൽ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തെപ്പി കളഞ്ഞിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരാളാണ്.
അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വാഹനം അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു അലോയ് വീല് കാണാൻ പറ്റും. ഇത് കമ്പനി അലോയ് അല്ല, ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിയ GTR പ്രോയുടെ ഒരു അലോയ് വീലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റോക്ക് വരുന്നത് 16 ഇഞ്ച് ടയേഴ്സും അതിന്റെ അലോയ്സുമാണ് വരുന്നത്. അതിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്തു 17 ഇഞ്ച് അലോയ്സും അതിന്റെ ടയേഴ്സുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിന്. ഈ ഒരു വാഹനത്തിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലോയ് വീൽസ് ആണെന്ന് തന്നെ പറയാം. ഏത് റോഡിൽ കൂടി ഓടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു നിറവും ഈ ഒരു അലോയ് വീൽസിന്റെ ഈ ഒരു ക്രോം പോലെയുള്ള ഒരു ഫിനിഷ്, ക്രോം അല്ല, പ്രത്യേകം പറയാണ്, ക്രോം അല്ല, ഒരു സിൽവർ ഫിനിഷ് ആണ് ഈ ഒരു അലോയ് വീലിന് നൽകിയിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ അതിവിശാലമായിട്ടുള്ള ഒരു സൈഡ് മിററാണ് നൽകിയിരിക്കുന്നത്. അതും അദ്ദേഹം കസ്റ്റം ചെയ്ത് കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിറകിലേക്ക് വരുന്ന സമയത്ത് വശങ്ങളിലെല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പിറകിലേക്ക് വരുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത് LED ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ്. അത് നമ്മൾ കസ്റ്റം ചെയ്തെടുത്ത കാര്യമാണ്. അതുപോലെ തന്നെ പേഴ്സണലി എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നിയത് ഈ ഒരു സ്പോയിലർ ആണ്. അത് ഈ ഒരു വാഹനത്തിന് സ്പോയിലർ കമ്പനി നൽകുന്നില്ല, അത് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങി വെച്ചു. പിന്നീട് നമ്മുടെ എല്ലാ വാഹനങ്ങളിലും പുതിയ ഇറങ്ങിയ സ്വിഫ്റ്റ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു ആന്റിനയാണ് ഈ ഒരു വാഹനത്തിന് നൽകുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഷാർക്ക് ഫിൻ ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ LED വരുന്ന ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് വളരെ മനോഹരമാണ്. ഈ വാഹനം നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വാഹനം കുറച്ച് താഴ്ന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ബാക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ സ്പ്രിങ്ങുകളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം കുറച്ച് താഴ്ന്നു നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഉള്ളത്. നോർമലി വരുന്ന വാഹനത്തിനേക്കാൾ ഇതിന് ബേസ് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. പിന്നീട് പിറകിലേക്ക് വരുന്ന സമയത്ത് അതിമനോഹരമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഡിക്കി ഓപ്പണിംഗ് ആണ്. പോളോയെ പറ്റി പ്രത്യേകിച്ച് ഡിക്കി ഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞേണ്ട കാര്യമില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു വോൾക്സ്വാഗന്റെ ലോഗോ തന്നെയാണ് ഇതിന്റെ ഡിക്കി ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. ജസ്റ്റ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു, മുകളിലേക്ക് പൊക്കുന്നു, അങ്ങനെയാണ് ഈ ഒരു വാഹനം ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ബമ്പറാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് കസ്റ്റമായിട്ട് ചെയ്തിട്ടുള്ള R-ലൈൻ്റെ ഒരു ഡിഫ്യൂസർ കൂടി ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ഉടമസ്ഥനായിട്ടുള്ള ജയകൃഷ്ണൻ ഈ ഒരു വാഹനം, അല്ലെങ്കിൽ ഈ സെയിം വാഹനമല്ല, കുറെ നാളായിട്ട് എനിക്കറിയാവുന്ന കാലം മുതൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് വോക്സ്വാഗന്റെ പോളോ എന്ന് പറയുന്ന വാഹനമാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 3-4 വാഹനങ്ങൾ ചേഞ്ച് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും അവസാനം വാങ്ങിയ വാഹനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വോക്സ്വാഗൻ അല്ലെങ്കിൽ പോളോ എന്ന് പറയുന്ന ബ്രാൻഡിനെ തന്നെ അദ്ദേഹം സ്ഥിരമായിട്ട് ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയെന്നറിയാം, എങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഏതൊരു വാഹനപ്രേമിയുടെ മനസ്സിലുള്ള ഒരു വാഹനമാണ് വോക്സ്വാഗന്റെ പോളോ എന്ന് പറയുന്നത്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഒരു വാഹനം കൊണ്ടുണ്ടാകാം, നമുക്ക് ധനനഷ്ടം, മാനഹാനി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു വോക്സ്വാഗൻ പോളോയുടെ ഓണറായിട്ടുള്ള ജയകൃഷ്ണൻ. ജയകൃഷ്ണ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. എവിടെ? ഞാൻ മെഡിസിറ്റിയിൽ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്റേൺ ചെയ്യാണ് മെഡിസിറ്റിയിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ കാണാൻ തുടങ്ങിയ നാൾ മുതൽ ജയകൃഷ്ണൻ ഉപയോഗിക്കുന്ന വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോ ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പോളോ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനോട്, അല്ലെങ്കിൽ വോക്സ്വാഗൻ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനോട് ഇത്രയും ഒരു അടുപ്പം തോന്നാനുള്ള കാരണം? മെയിനായിട്ട് ഞാൻ പോളോ സെലക്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അത്യാവശ്യം സ്പീഡിൽ ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് അതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളും, പിന്നെ ഇത് വണ്ടി ഓടിക്കുമ്പോൾ വേറൊരു ഫീലാണ്. അതായത് നമ്മൾ നോർമൽ സ്വിഫ്റ്റ് അങ്ങനെയുള്ള കാറൊക്കെ ഓടിക്കുന്നതിന്റെ ഒരു ഡിഫറെന്റ് ഫീലാണ് വണ്ടി ഓടിക്കുമ്പോഴായാലും. സ്റ്റെബിലിറ്റി, മെയിനായിട്ട് സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര കോർണർ ചെയ്യുന്ന ടേണിങ് ആയാലും അങ്ങനെ വേറെ വാരി അടിക്കുകയോ അങ്ങനെ വേറെ ഇഷ്യൂസും കാര്യങ്ങളും കാര്യം നമ്മൾ എത്ര സ്പീഡിൽ പോയി നമ്മളൊരു കോർണർ എടുത്തു കഴിഞ്ഞാലും വണ്ടി നമ്മുടെ കൈ നിൽക്കും, വണ്ടി റോള് ചെയ്യത്തില്ല. ആ ഒരു ഉറപ്പ് നമുക്കുണ്ട്. ഉറപ്പുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് നമ്മൾ പിടിച്ചാൽ അവിടെ നിൽക്കും വണ്ടി. അത് നമുക്ക് വണ്ടി തന്നെ ഒരു കോൺഫിഡൻസ് തരും, അതാണ് മെയിൻ. ഓക്കെ. ഈ ഒരു വണ്ടിയിൽ, അല്ലെങ്കിൽ ഈ ഒരു പോളോ എന്ന് പറയുന്ന വണ്ടിയിൽ മാക്സിമം എത്ര ദൂരം വരെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലാണ്. മിക്കവാറും വണ്ടിയിലായിരുന്നു പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ കുറെ ആളുകൾ വന്ന് പറയുന്ന കാര്യമാണ്, നമ്മൾ ഏതൊരു വോക്സ്വാഗന്റെ വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരുവിധം ആളുകളെല്ലാം പറയുന്ന ഒരു കാര്യമാണ് വണ്ടിക്ക് മൈലേജ് കുറവാണെന്നുള്ള കാര്യം. അപ്പോൾ മൈലേജിന്റെ ഇഷ്യൂ അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാനിപ്പോ പോളോ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു 5 yearsന് മേളിലാവുന്നു. ഇപ്പൊ 5 വർഷത്തിന് മേളാണ്. ഞാനിപ്പോ ഉപയോഗിച്ച വണ്ടി ഞാൻ 1.2 ഉപയോഗിച്ചിട്ടുണ്ട്, 1.2 MB ഉപയോഗിച്ചിട്ടുണ്ട്, 1.2 GT TSI ഉപയോഗിച്ചിട്ടുണ്ട്,
ഫൈനലി വന്നിരിക്കുന്നത് 1 ലിറ്റർ MBI ആണ്. MBI ആണ്. എനിക്ക് ഈ രണ്ട് വണ്ടികളിലും മൈലേജ് കുറവായിരുന്നു. പൊതുവെ ഒരു 11, മാക്സിമം അങ്ങേറ്റുമ്പോൾ എനിക്ക് 13 വരെ കിട്ടുള്ളൂ. GTTSIക്ക് അത് എനിക്കൊരു 6-7 ഒക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു മൈലേജ്. ഇത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എനിക്കൊരു 15-16 കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു GT എന്ന് പറയുന്നത് നമ്മുടെ ചലച്ചിത്രകാരായിട്ടുള്ള അർജുൻ അശോകന്റെ പുള്ളിയായിരുന്നു ഫസ്റ്റ് ഓണർ. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞാൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ആ ഒരു വണ്ടി മൈലേജ് പൊതുവെ GT ആയതുകൊണ്ട് അതിന് മൈലേജ് പോളോ GT എന്നൊക്കെ പറയുമ്പം മാക്സിമം ഒരു 10 ആണ് മൈലേജ് പറയുന്നത്. മാക്സിമം 10 ആണ് കിട്ടാനുള്ള ചാൻസ്. കമ്പനി എത്ര പറയുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് മാക്സിമം അങ്ങേറ്റം ഒരു 9. അത് ഓൾറെഡി മോഡിഫൈഡ് ആയിരുന്നല്ലോ, സ്റ്റേജ് 2 റീമാപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റീമാപ്പ് ചെയ്ത വണ്ടിയായിരുന്നു അത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇരിക്കുമ്പോൾ തന്നെ റീമാപ്പ് ചെയ്തായിരുന്നു അത് നമ്മൾ വാങ്ങിയിട്ട്? അല്ല, പുള്ളിയുടെ കയ്യിൽ ഇരിക്കുമ്പോഴേ ഞാൻ വാങ്ങിക്കുമ്പോഴേ വണ്ടി ആ ഒരു സ്റ്റേജ് 2 റീമാപ്പ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അതിന് മാക്സിമം ഒരു 10 ആയിരുന്നു മൈലേജ് കിട്ടുന്നത്. മാക്സിമം ഒരു 10. അതിൽ കൂടുതൽ എനിക്ക് അതിനും കിട്ടിയിട്ടില്ല. അതിനുശേഷം അതിനുശേഷം എടുത്ത വണ്ടിയാണ് ഞാൻ ഇത് 1 ലിറ്റർ MBI. ഇതിനിപ്പോ കറന്റ് എത്രയാണ് മൈലേജ്? ഇതിന് എനിക്കൊരു മാക്സിമം കുറഞ്ഞു പോയ 15 കിട്ടുന്നുണ്ട്. കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ എത്ര സ്പീഡിൽ പോയാലും എത്ര പതുക്കെ പോയാലും 15 കൺഫേം ആണ്. സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് മാക്സിമം 15 കിട്ടുന്നെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു 16 ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ എത്ര ചവിട്ടി പോയി കഴിഞ്ഞാലും നമുക്കൊരു 15 കിട്ടും. 15 കിട്ടും. 15 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്തെല്ലാം അത്യാവശ്യം നല്ല മൈലേജ്, അത്യാവശ്യം എനിക്കൊരു 15 മിനിമം കിട്ടുന്നുണ്ട്. ഓക്കെ. ഈ വണ്ടിക്ക് മീറ്ററിൽ പിന്നെ കുറെ കൂടുതൽ കാണിക്കും, എങ്കിലും ആവറേജ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ വണ്ടിക്ക് കറന്റ്ലി എന്തെങ്കിലും കംപ്ലൈന്റുകളുണ്ടോ? കംപ്ലൈന്റ് മീൻസ് ഇപ്പോ വോക്സ്വാഗന്റെ വണ്ടികൾക്ക് പൊതുവേ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ABS സെൻസറിന്റെ ഒരു ഇഷ്യൂ വരുന്നത്. ഇതിനെപ്പോഴെങ്കിലും ആ ഒരു ഇഷ്യൂ വന്നായിട്ട്? ഷുവർ, ABS സെൻസറിന്റെ പ്രോബ്ലം എന്തായാലും ഉണ്ട്. എനിക്ക് ഓൾറെഡി ഇപ്പൊ ഞാൻ 2 മാസം മുമ്പ് ഒരു ABS സെൻസർ മാറിയുള്ളൂ. ഇപ്പോഴും ഒരു ABS സെൻസർ പോയിട്ടുണ്ട്. ഇപ്പൊ വണ്ടി എടുത്തിട്ട് എത്ര തവണ ഈ ഒരു ABS സെൻസർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്? ഞാനൊരു 3 തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 തവണ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം മാറാൻ കിടക്കുന്നു. ഒരെണ്ണം കൂടെ മാറാനായിട്ട് കംപ്ലൈന്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ആ ABS സെൻസർ ഒറ്റ പീസായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഷോറൂമിൽ പറ്റും. ഷോറൂമിൽ ഇപ്പം റേറ്റ് വരുമ്പോഴേക്കും 5500 സംതിങ് വരുന്നുണ്ട്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഇപ്പൊ റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് 3 തവണ അത് മാറി, ഇപ്പോ 4ാമത്തെ തവണ മാറാനായിട്ട് പോവുകയാണ്. ഇതല്ലാതെ എന്തെങ്കിലും എഞ്ചിൻ പരമായിട്ട് വേറെ വിഷയ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഇത്ര 5 വർഷമായിട്ട് പോളോ ഉപയോഗിക്കുന്നു. എനിക്കൊരു നല്ല ഒരു പോളോ, അതായത് പോളോ ഇറങ്ങിയ മോഡലിൽ വെച്ച് ഏറ്റവും നല്ലൊരു മോഡൽ ഇതാണ് എനിക്ക്. അതായത് പെർഫോമൻസ് ബേസ്ഡ് അല്ല, ഡെയിലി യൂസിന് പറ്റിയ ഒരു വാഹനമാണ് പോളോ. ഇത് 1 ലിറ്റർ MBI. 1 ലിറ്റർ MBI എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ വാഹനമാണ്. അപ്പൊ എന്റെ ഒരു രണ്ടാമത്തെ ചോദ്യം, ഡെയിലി യൂസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോ ജയകൃഷ്ണൻ അത്യാവശ്യം നല്ല ഹൈറ്റും സൈസും ഒക്കെ ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കയറുന്നതിനും ഇറങ്ങുന്നതിനും ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതൊരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കത് കാര്യം, എനിക്ക് പോളോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് കാർ പോളോ ആണ്. അതുകൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഓൾറെഡി ഫ്രണ്ട്സ് ആയാൽ പോലും ഒരു 20 ഏജ് എബോ ഉള്ള ഫ്രണ്ട്സ് ആയാൽ പോലും ബാക്കിൽ ഇരുന്ന് കയറിയിട്ട് ഇറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഫ്രണ്ടിലായാലും അതേപോലെ. ബേസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ 2 സീറ്റർ കാർ പോലെ ഉപയോഗിക്കേണ്ട സാധനമാണ് പോളോ. 2 സീറ്റർ വാഹനം എന്നുള്ള രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറയുന്നത് പ്രായമുള്ളവർക്ക് കയറാനായിട്ട് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുള്ള. അപ്പൊ ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാനായിട്ട് വേറെ വണ്ടി വീട്ടിലുണ്ട്? എനിക്ക് വേറെ വണ്ടിയുണ്ട്. ഏതൊക്കെയുണ്ട്? എനിക്ക് ഒരു സ്വിഫ്റ്റ് ഉണ്ട്, ഒരു 800 ഉണ്ട്, മാരുതി 800, ഒരു സ്വിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഫാമിലി ആയിട്ട് നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് സ്വിഫ്റ്റിനകത്തായിരിക്കും കൂടുതലും പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ മൈലേജിന്റെ കാര്യം പറഞ്ഞു, ഇതിന്റെ എൻജിൻ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഈ വണ്ടിക്ക് അത് എന്തെങ്കിലും ഒരു ഫീച്ചർ അഡീഷണലി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് അങ്ങനെ തോന്നില്ല. ട്രാക്ഷൻ കൺട്രോൾ ആണ്. ട്രാക്ഷൻ കൺട്രോളിന്റെ ഒരു പോരായ്മ തോന്നാറുണ്ട്. അത് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആവും തോന്നിയിട്ടുണ്ട്. ഈ പോളോ എന്ന് പറയുന്ന വാഹനം ഓൾറെഡി ഒരു ലെജൻഡറി വാഹനമാണ്. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി ഇല്ലെന്നല്ല, ഈ ഒരു മോഡലിനകത്തില്ല. ഓക്കെ. അപ്പൊ അത് ഈ ഒരു മോഡലിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ബെറ്റർ ആയ തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ മുൻപിൽ നിന്നൊക്കെ കാണുന്ന സമയത്ത് ആർലൈൻ്റെ കുറെ ബമ്പേഴ്സും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിന് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? കോസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ നോക്കിയിട്ടില്ല. ഈ വണ്ടിക്കകത്തൊക്കെ പോകണമെങ്കിൽ നമ്മൾ കോസ്റ്റ് നോക്കാറില്ല. നമ്മുടെ കയ്യിൽ ഫണ്ട് വരുവാന്നുണ്ടെങ്കിൽ നമ്മളനുസരിച്ച് നമ്മുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ ചെയ്യും, അത്രേ ഉള്ളൂ. നമുക്കൊരു ആഗ്രഹങ്ങൾ തോന്നുന്ന സമയത്ത് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് സംഘടിപ്പിക്കും, ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോ ഇതിനകത്ത് ഇപ്പൊ കറന്റ്ലി എക്സോസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എക്സോസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പേ GTTSI ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എക്സോസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് മടുത്തു. അതായത് എക്സോസ്റ്റ്
വേണ്ടാന്നുള്ള സ്കീമിലാണ്. ഞാനത് എക്സോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോ സ്റ്റോക്ക് കണ്ടീഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബമ്പറും അലോയ്സും മാറ്റി കഴിഞ്ഞാൽ വണ്ടി സ്റ്റോക്കാണ്. ബമ്പർ അലോയ്സ് സ്പ്രിങ്സ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്സ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് കൂടി മാറ്റി കഴിഞ്ഞാൽ വണ്ടി സ്റ്റോക്കാണ്. ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനിയൊരു വണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാര്യം ഞാൻ ചോദിച്ചത് പോളോയുടെ പ്രൊഡക്ഷൻ നിർത്തി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത 2025 സെപ്റ്റംബർ അല്ലെങ്കിൽ ജൂലൈയോട് കൂടിയിട്ട് ഏകദേശം 1 വർഷത്തിനുള്ളിൽ പോളോ വീണ്ടും റീലോഞ്ച് ചെയ്യുന്നു എന്നുള്ള ഒരു കമ്പനിയായിട്ട് ഒഫീഷ്യലി അത് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും പോളോയിലേക്ക് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള, തീർച്ചയായിട്ടും പുതിയ ഇറങ്ങുവാണെങ്കിൽ ഞാൻ അത് തന്നെ എടുക്കും. പോളോ പുതിയത് തന്നെ എടുക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഇത് ഞാൻ വീട്ടിലിട്ടേക്കും. കൊടുക്കാൻ ഒരു പ്ലാൻ ഇല്ല, കൊടുക്കണമെന്നൊരു പ്ലാൻ ഇല്ല. ഇത് വീട്ടില് വെറുതെ ഇട്ട് കഴിഞ്ഞാലും കൊടുക്കില്ല. അതിന്റെ ആവശ്യമില്ല എനിക്ക്. ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട്, നമ്മൾ അത്രയും കെയർ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിർത്തി അല്ലേ തെപ്പി കളഞ്ഞിട്ട് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണ്. ഞാൻ അങ്ങനെ പറഞ്ഞത് തമാശയായിട്ടല്ല, ഞാൻ ശരിക്കും സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് തന്നെ ചെയ്യും. നമ്മൾ കഴുകി തുടച്ചൊക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് കഴുകി തുടച്ച് കൊണ്ടുവരുന്ന സമയത്ത് അത്യാവശ്യം ചെളിയൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വീണ്ടും വണ്ടിയുടെ മുമ്പിൽ നിന്ന് പുറകിലേക്ക് വന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ്, ഇത് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിയാണ്. ഇതിന് എത്ര രൂപ വരുന്നുണ്ട് കറന്റ്? ഇതിന് അന്ന് ഞാൻ വാങ്ങിയ സമയത്ത് 11 സംതിങ് ഉണ്ടായിരുന്നു. 11,000 രൂപയ്ക്ക് അടുപ്പിച്ചുണ്ടായിരുന്നു ഈ ബ്രേക്ക് ലൈറ്റ് മാത്രം. ഇതിപ്പോ കസ്റ്റമായിട്ട് നമുക്ക് അല്ലെങ്കിൽ പുറത്ത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാനിത് ചോദിക്കാനായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ജയകൃഷ്ണൻ, ഒരു കൊച്ചു ഡോക്ടറായിട്ടുള്ള ജയകൃഷ്ണന് ഒരു കസ്റ്റം ഷോപ്പ് കൂടിയുണ്ട്. അപ്പോൾ അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ജേഷന്റെ നമ്പർ കൂടെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ജേഷന്റെ നമ്പർ കൂടി ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ കസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റം കിറ്റുകളോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേഷനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജേഷന, നമ്മൾ പറഞ്ഞു ഈ ഒരു വാഹനം ഒരു കാരണവശാലും നമ്മൾ കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഇൻ കേസ് നമ്മൾ പോളോ അല്ല മറ്റൊരു വാഹനം വാങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ്, അല്ലെങ്കിൽ ജയകൃഷ്ണൻ ഭാവിയിൽ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വാഹനം അതേതായിരുന്നു? ഡ്രീം കാർ ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡ്രീം കാർ മീൻസ് നമ്മളെ കൊണ്ട് വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു കാലത്ത് എന്നെ കൊണ്ട് അത് വാങ്ങാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരു വാഹനം. അങ്ങനെ ചൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ലെവൽ വെച്ചിട്ട് എനിക്കൊരു GTI എടുത്താൽ കൊള്ളാവുന്നുണ്ട്. പോളോയുടെ GTI എടുത്താൽ കൊള്ളാവുന്നുണ്ട്. കൂപ്പെ 2 ഡോർ വരുന്ന കൂപ്പെ പോളോ GTI എടുത്താൽ കൊള്ളാവുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ലംബോർഗിനി നല്ല ആഗ്രഹമുള്ള വണ്ടിയാണ്. എന്നെ കൊണ്ട് പറ്റുമെന്ന് അറിയത്തില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും. അപ്പോൾ ലംബോർഗിനി പോലുള്ള വാഹനങ്ങൾ വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ഒരാളാണ്. ഈ വീഡിയോ കാണുന്ന ഒരു 99% ആളുകൾക്ക് ലംബോർഗിനി എന്ന് പറയുന്ന വാഹനം വാങ്ങാനുള്ള ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പോൾ അതെല്ലാം നടക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ വാഹനപരമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഓണറിന്റെ പുതിയൊരു വാഹന വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.